കർത്താവിൻ്റെ മഹനീയമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ മീറ്റിങ്ങിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ന് ദൈവമക്കളെല്ലാവരും എല്ലാ ദിവസത്തെയും പോലെ പങ്കെടുത്തിരിക്കുന്നത്. എല്ലാ ദിവസത്തെക്കാളും ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സ്ത്രീ ജനങ്ങൾക്ക് കുറച്ചും കൂടെ സ്വീകരിക്കാൻ കഴിയുന്ന, സ്ത്രീ ജനങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നുന്ന, സ്ത്രീകളായ ശുശ്രൂഷകരായിരിക്കുന്ന സ്ത്രീകൾക്ക്, ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ പ്രചോദകമാകുന്ന, പ്രാർത്ഥിക്കുന്ന വനിതകൾക്ക്, പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക്, ശുശ്രൂഷയിൽ നിൽക്കുന്ന പ്രവാചകിമാർക്ക് കുറച്ചും കൂടെ പ്രചോദനമാകുന്ന ഒരു സന്ദേശമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദെബോറയെക്കുറിച്ചാണ്. എല്ലാ ദൈവമക്കൾക്കും ദെബോറയെക്കുറിച്ച് അറിയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ ദെബോറ വളരെ വലിയ അളവിൽ സ്വാധീനം ചെലുത്തുന്നു. ദെബോറയുടെ പൊസിഷൻ ഹോളി സ്പിരിറ്റ് നമുക്ക് വിരൽ ചൂണ്ടി കാണിക്കുന്നത് ഒരു പ്രത്യേക ദിശയിലേക്ക് സ്ത്രീ ജനങ്ങൾക്ക് തിരിയാൻ പ്രചോദനമാകുന്ന രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ സന്ദേശം പുരുഷന്മാർക്ക് ബ്ലെസ്സിങ് അല്ലെന്നല്ല, ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് പ്രയോജനമില്ലെന്നല്ല. ദൈവദാസന്മാർക്കാകട്ടെ, പുരുഷന്മാർക്കാകട്ടെ, മക്കൾക്കാകട്ടെ, വനിതകൾക്കാകട്ടെ, ആർക്കുമായിക്കൊള്ളട്ടെ, ഇതിനകത്തു നിന്ന് എടുക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇന്ന് മെസ്സേജ് എടുക്കാനുള്ള സമയം അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ലഭ്യമാകുന്ന ഒരു 30 മിനിറ്റോ 35 മിനിറ്റിനകം നമുക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാം. കഴിവുള്ളിടത്തോളം നിങ്ങൾ ഈ സന്ദേശം പരമാവധി ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ശുശ്രൂഷയെ നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ ദയവായി സപ്പോർട്ട് ചെയ്താലും. ദെബോറ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന ഒരു ശക്തയായ ഒരു പ്രവാചകിയായിരുന്നു. ഒരു പ്രവാചകി എന്നൊരു വ്യക്തിയെ, ഒരു സ്ത്രീയെ ആകട്ടെ, ഒരു പുരുഷനെ ആകട്ടെ, ഒരു പ്രോഫറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് മാൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഗോഡ്സ് ജനറൽ എന്നൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ സീർ അല്ലെങ്കിൽ പ്രൊഫറ്റ്, സീർ എന്നാണ് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രൊഫറ്റ് എന്ന് നമുക്ക് ഒരു വ്യക്തിയെ വിളിക്കണമെങ്കിൽ അത് ആ വ്യക്തിയുടെ പേരിൻ്റെ മുന്നിലിട്ടിരിക്കുന്ന ഒരു പദവി കൊണ്ടല്ല, അത് അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ശുശ്രൂഷ കൊണ്ടാണ്. അദ്ദേഹത്തിലിരിക്കുന്ന ആ വർക്കിംഗ് സ്പിരിറ്റിനനുസരിച്ചാണ് ആ വ്യക്തിയെ നമ്മൾ പ്രൊഫറ്റ് എന്ന്, അല്ലെങ്കിൽ മറ്റു പേരുകൾ, മറ്റ് പൊസിഷൻസ്, ഒരു അപ്പോസ്റ്റൽ എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൽ വർക്ക് ചെയ്യുന്ന സ്പിരിറ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ദെബോറയെ പ്രവാചകി എന്ന് ബൈബിൾ തന്നെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്കിതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം, ദൈവത്തിൻ്റെ സ്പിരിറ്റ് ഫിൽഡായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദെബോറ എന്ന് പറയുന്നത്. ദെബോറ എന്ന വാക്കിന് തേനീച്ച എന്നാണ് അർത്ഥം. തേനീച്ച എന്നാണ് മലയാളത്തിലെ അർത്ഥം ദെബോറ എന്ന വാക്കിന്. ആ സ്ത്രീയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ വായിച്ചേ 1-ാമത്തെ വാക്യം മുതൽ. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവൻ്റെ സേനാപതി ജാതികളുടെ ഹാരോഷ്യത്തിൽ പാർത്തിരുന്ന സീസറെ ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, സീസറയുടെ അണ്ടറിൽ 20 വർഷം അടിച്ചമർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആഴം,
ഇസ്രായേൽ മക്കൾ അനുഭവിച്ച ഞെരുക്കം, ദൈവത്തോട് പാപം ചെയ്തിട്ടാണ്, ദൈവത്തോട് തെറ്റ് ചെയ്തിട്ടാണ്, ദൈവത്തോട് അനീതി പുലർത്തിയിട്ടാണ് ദൈവം അവരെ കനാന്യ രാജാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവം ഇതിൻ്റെ മധ്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ദൈവത്തെ ഓർത്തുകൊണ്ടുള്ളൊരു നിലവിളി, ദൈവത്തെ ഓർത്തുകൊണ്ടുള്ള ഒരു പശ്ചാത്താപം, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുള്ള ഒരു നിലവിളി പുറപ്പെട്ടിട്ടല്ലാതെ ദൈവമായിട്ട് അനുവദിച്ച തകർച്ചയാകട്ടെ, ദൈവമായിട്ട് അനുവദിച്ച ഞെരുക്കമാകട്ടെ, ദൈവമായിട്ട് അനുവദിച്ച ഇടുക്കമാകട്ടെ, ഇതിൻ്റെ അകത്ത് നിന്നൊരു വ്യക്തിക്ക്, ഒരു ജാതിക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അടിച്ചമർത്തപ്പെടൽ, എന്തുകൊണ്ടാണ് സീസരയുടെ കീഴിൽ ഇത്രയും വലിയ ഒരു ദുഷ്ടനായ ഒരു മേധാവിയുടെ കീഴിൽ ഞെരുക്കം അനുഭവിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തിക്താനുഭവത്തിലൂടെ കയ്പുനീർ കുടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വരുന്നത്? ഇത് ഭൂതം ബാധിച്ചിട്ടല്ല, പിശാച് കയറി പിടിച്ചിട്ടല്ല, കള്ളൻ കയറി തുരന്നിട്ടല്ല. ഇത് ദൈവം തന്നെ ദൈവത്തോട് തെറ്റ് ചെയ്തതുകൊണ്ട്, ഇസ്രായേൽ മക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ ദൈവത്തോട് അനീതി ചെയ്തതുകൊണ്ട്, ദൈവത്തെ ഓർക്കാതെ പ്രവർത്തിച്ചതുകൊണ്ട്, ദൈവത്തെ ഓർക്കാതെ ജീവിച്ചതുകൊണ്ട്, ദൈവത്തെ അനുസരിക്കാതെ അനീതി പ്രവർത്തിച്ചതുകൊണ്ട്, ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്ന വാക്ക് എനിക്ക് മറയ്ക്കാൻ പറ്റത്തില്ല, പാപം ചെയ്തതുകൊണ്ട് ദൈവം കനാന്യ രാജാവിൻ്റെ കയ്യിലേക്ക് വാഗ്ദത്തമുള്ള തെരഞ്ഞെടുത്ത ജനത്തെ ഏൽപ്പിച്ചു. നമ്പർ 1, ഇതിനകത്തുനിന്ന് ഒരു ലെസൺ പഠിക്കാനുണ്ട്. ഞാൻ ദെബോറയിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ലെസൺ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും പഠിക്കാനുണ്ട്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ അടിച്ചമർത്തപ്പെടലിനെ ഏൽപ്പിക്കാതിരിക്കത്തില്ല. നമ്മൾ ദൈവം തെരഞ്ഞെടുത്ത ജാതിയാന്ന് പറഞ്ഞ് വല്ലവിധേനയും ജീവിച്ചാൽ, നമ്മൾ ദൈവം തെരഞ്ഞെടുത്തു, എനിക്ക് വാഗ്ദത്തമുണ്ട്, എൻ്റെ മേൽ ദൂതുണ്ട്, പ്രവചനമുണ്ട്, ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെയും ജീവിച്ച് ദൈവത്തിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കാനോ ദൈവം പറഞ്ഞ കാര്യം എനിക്ക് നിവർത്തീകരിച്ചെടുക്കാനോ സാധിക്കത്തില്ല. പകരം എന്നു മുതൽ താങ്കൾ ദൈവശബ്ദം കേൾക്കുമോ അന്ന് മുതൽ അധികം ശ്രദ്ധയോടെ ജീവിക്കാൻ ഓരോ മനുഷ്യനും, യഹൂദൻ മാത്രമല്ല, ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടവനും വിധിക്കപ്പെട്ടവനുമാണ് എന്ന് ഈ സന്ദേശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു ദൂത് ഞാൻ പറയട്ടെ. ഈ അടിച്ചമർത്തപ്പെടലിൻ്റെ കാരണം, ഈ ഞെരുക്കത്തിൻ്റെ കാരണം, ഈ 900 രഥങ്ങളുള്ള ഈ വലിയ ഒരു സൈന്യത്തിൻ്റെ കീഴിൽ, ഈ ഒരു വലിയ നിയമത്തിൻ്റെ കീഴിൽ ഇവർ ചവിട്ടി താഴ്ത്തപ്പെടാനുള്ള കാരണം ദൈവം ഇല്ലാത്തതുകൊണ്ടല്ല, ദൈവത്തെ ഓർക്കാത്തത് കൊണ്ടാണ്. ഈ മെസ്സേജിൽ ഞാൻ ആരോടോ പറയുന്നു, ദൈവത്തെ അറിഞ്ഞിട്ടും മറന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവം സംസാരിച്ചിട്ടും ചെവി കൊടുക്കാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തെ രുചിച്ചറിഞ്ഞ നാളുകൾ മറന്ന് ഇപ്പോൾ തോന്നിയ വാസം പോലെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ബോധിച്ച വഴിയിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദൈവത്തോട് പിണങ്ങി ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊള്ളുക. ദൈവത്തോട് അകന്ന് ജീവിച്ചാൽ അധികം സുഖമല്ല, ദൈവത്തോട് അകന്ന് ജീവിച്ചാൽ അടിമത്തത്തിനകത്തുള്ള ജീവിതമാണ്. ഇതിൻ്റെ മധ്യത്തിലാണ് ദൈവം ദെബോറ എന്ന് പേരുള്ള ഒരു ദൈവഭക്തയെ, ഒരു സ്ത്രീയെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ ദൂതിലേക്ക് വരട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലെ ഒരു ദെബോറയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നും കൂടെ വ്യക്തതയോടെ പറയാം. താങ്കളുടെ വീട്ടിൽ, താങ്കളുടെ കുടുംബത്തിൽ, താങ്കളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ റെസിഡൻസിൽ ഇതുപോലുള്ള അനേകം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിലെ ദൈവത്തെ അറിഞ്ഞ ഒരു ദെബോറയായിരിക്കാം ഇന്നത്തെ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ 10 പേർക്കകത്ത്, അല്ലെങ്കിൽ 5 പേർക്കകത്ത്, 4 പേർക്കകത്ത്, 3 പേർക്കകത്ത്, 6 പേർക്കകത്ത് 5 പേരും ദൈവത്തെ മറന്നും ദൈവത്തോടകന്നും ആവശ്യം വരുമ്പോൾ മാത്രം ദൈവത്തിൻ്റെ ഡോറിൽ നോക്ക് ചെയ്യുന്നവരായിട്ട്
ശേഷമുള്ള സമയം തന്നിഷ്ടപ്രകാരം സ്വന്തം ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ മറന്ന് ദൈവത്തിനുള്ള സമയത്തെ പോലും കട്ടെടുത്ത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആ ജീവിതത്തിൻ്റെ മധ്യത്തിൽ, ആ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ ഓർത്തിരിക്കുന്ന ഒരു ദെബോറയായിരിക്കാം ഇന്നത്തെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, 4-ാമത്തെ വാക്യം താഴേക്ക് വായിക്കുമ്പോൾ, 4-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ആ കാലത്ത് ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി, ഇവരെ വെറുതെ ബൈബിൾ പ്രവാചകി എന്ന് പറയത്തിൽ, ഇവർക്ക് എന്തോ പ്രവചനാത്മാവുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. വെറുതെ ആർക്കും ദൈവത്തിൻ്റെ മോനും മോളും ആകാനൊക്കത്തില്ല. ദൈവവുമായിട്ടുള്ള ഒരു അസോസിയേഷനിലെ ആ ഒരു സ്വഭാവം നമ്മളിൽ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഇവർ പ്രവാചകി എന്ന് ബൈബിൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ, ഒരു പ്രൊഫറ്റിലൂടെ നടക്കുന്ന കാര്യങ്ങൾ ഇവർ ഇരിക്കുന്നിടത്തിരുന്ന് പറയുമ്പോൾ നടന്നിരിക്കണം. ഒരു പ്രൊഫറ്റിക്കൽ സ്പിരിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇരിക്കുന്നിടത്തിരുന്ന് പറയുമ്പോൾ നടക്കേണ്ട ഇടത്ത് കാലം പ്രതികൂലമായാലും സാഹചര്യം പ്രതികൂലമായാലും അന്തരീക്ഷം പ്രതികൂലമായാലും വ്യക്തി പ്രതികൂലമായാലും സമയം പ്രതികൂലമായാലും അതവിടെ നടന്നിരിക്കും. അതാണ് പ്രൊഫറ്റിൻ്റെ പ്രത്യേകത. അടുത്തൊരു വാക്കുകൂടെ ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ഒരു പ്രൊഫറ്റിൻ്റെ വായിലൂടെയാണ് എന്തെങ്കിലും ഒന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ ഓൾറെഡി എഴുതപ്പെട്ട ലിഖിതങ്ങൾ, മീൻസ് ബൈബിൾ ലിഖിതങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓൾറെഡി എഴുതപ്പെട്ട കയ്യെഴുത്താകട്ടെ, എഴുതപ്പെട്ട വിധിയാകട്ടെ, അതുൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ വായിലൂടെ പുറപ്പെടുന്ന പ്രവചനാത്മാവിൽ, പ്രവചന ശബ്ദത്തിൽ അത് കംപ്ലീറ്റ് എറൈസ് ചെയ്ത് കളയും. ഞാൻ ഈ സമയം ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദെബോറമാരോട് പറയുന്നു, ലോകത്തിന് നിങ്ങളൊരു ദെബോറയാണെന്ന് അറിയത്തില്ലായിരിക്കും, പട്ടണത്തിന് നിങ്ങളൊരു ദെബോറയാണെന്ന് അറിയത്തില്ലായിരിക്കും, കൂടപ്പിറപ്പുകൾക്കോ കൂടെ താമസിക്കുന്നവർക്കോ നിങ്ങളൊരു ദെബോറയാണെന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷെ പലപ്പോഴും ഒരു ദെബോറയുടെ ചുമതല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ നിങ്ങൾ ചെയ്തു പോന്നവരായിരിക്കാം. കാരണം ഇപ്പോൾ ദെബോറ ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദെബോറ വളരെ ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്നൊരു സ്ത്രീയാന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതേ നോക്കിക്കേ, ദെബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു എന്നാണ് പറയുന്നത്. ന്യായപാലനം ചെയ്തു എന്ന് പറയുമ്പോൾ ദെബോറ എന്ന വ്യക്തി ഇസ്രായേലിലെ 4-ാമത്തെ ന്യായാധിപതിയായിട്ട് ദൈവം ആ സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു. ഇവർ അമ്മയുടെ വയറിൽ നിന്ന് വന്നപ്പോൾ ന്യായാധിപതി ആയിരുന്നോ, അല്ലെങ്കിൽ ന്യായപാലനം ചെയ്യുന്നൊരു സ്ത്രീ ആയിരുന്നോ? അല്ല. ഇവർ ദൈവസന്നിധിയിൽ വിശ്വസ്തത ആചരിച്ചപ്പോൾ, അനുസരണം കാണിച്ചപ്പോൾ, ഇവർക്ക് സ്ഥാനമാനം കിട്ടിയപ്പോൾ, ജെസബേലിൻ്റെ മേത്ത് കയറി ആ ഭൂതം കയറാതെ ഇവരെ തന്നെ സൂക്ഷിച്ചപ്പോൾ ഇവരെ ദൈവം ആയിരുന്ന പൊസിഷനിൽ നിന്ന് ഉയർത്തി എന്നതാണ് സത്യം. ചരിത്രം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് ചെവിയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല, ദൈവത്തിൻ്റെ വാക്കും ശബ്ദവും ഹൃദയപ്പലകയിൽ കൊണ്ട ഒരു സ്ത്രീ ആയിരുന്നു ദെബോറ. ആർക്കെങ്കിലും ഞാൻ അവരുടെ അനുസരണത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അരയും മുറിയും കാലുമൊക്കെ നമുക്കൊക്കെ ശുശ്രൂഷ കിട്ടുമ്പോൾ, അല്പസ്വല്പമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ, നമ്മളാണ് ഈ വേൾഡിനെ കൽപ്പിച്ചുണ്ടാക്കിയ ദൈവം എന്നൊരു പദവിയിലോട്ട് കയറുന്ന ഒരു മനോഭാവം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ദെബോറമാരെ, നിങ്ങളുടെ ദേ മാത്രമേ കാണത്തുള്ളൂ, പിന്നെ ബോറ കാണത്തില്ല. ഞാൻ അടക്കമുള്ള ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ദൈവം എന്തെങ്കിലും ഒരു നിലവാരത്തിൽ നമ്മളെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ
അതൊരു പരീക്ഷയാന്ന് മാത്രം കൂട്ടിയാൽ മതി. എന്താ, ഇച്ചിരി ഇവന് കൊടുത്തു നോക്കാം, ഇവന് ഏതറ്റം വരെ ഷൈൻ ചെയ്യുമെന്ന് നോക്കട്ടെ എന്ന് തമ്പുരാൻ നോക്കും. പക്ഷെ തന്നതും വാങ്ങിയതും ഏറ്റെടുത്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രവചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഭൂതം പുറത്തു പോകുന്നതും എല്ലാം അവിടുത്തെ കൃപയാലും ശക്തിയാലും അനുവാദത്താലുമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അഡ്രസ് ചെയ്യും. ഹി ഈസ് എ പ്രൊഫറ്റ്. ഹി ഈസ് എ പ്രൊഫറ്റ്. അതുകൊണ്ട് ആ ബൈബിൾ ഇവരെ അഡ്രസ് ചെയ്തത് പ്രവാചകിയുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സ്ഥാനം വേണോ, നിങ്ങൾക്കൊരു ശുശ്രൂഷ വേണോ, നിങ്ങൾക്കൊരു താലന്ത് വേണോ, നിങ്ങളെ ദൈവം യൂസ് ചെയ്യണോ, നിങ്ങൾ പേരിൻ്റെ മുന്നേ ഒന്നും ഇടണ്ട. നിന്റെ ശുശ്രൂഷയിലൂടെ നിന്റെ പേരിൻ്റെ പിന്നിൽ ചിലത് വരും. ഞാൻ വളരെ ഡീപ്പായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു, വളരെ ആഴമായി. ദെബോറ എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഈ വാക്കുപോലെ പറയാൻ കഴിയുന്നൊരു ശുശ്രൂഷ ദൈവം നമുക്ക് തരാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അമ്മമാരാരും പേടിച്ചു പോകരുത്. നിങ്ങളാരും നാളെ വിസ തീർന്നു പോകുന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും 70, 80, 90, 100, നിങ്ങളൊക്കെ 120 വയസ്സ് വരെ ജീവിക്കട്ടെ. ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹമുള്ളതുപോലെ 150, 200 വയസ്സ് വരെ ദയവായി ജീവിച്ചാലും ഞാൻ നിങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ദൈവദാസനാണ്. ഈ പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളുടെയും ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്. സോ ഞാൻ 120 വരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് കണ്ണുരുട്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് 200 വയസ്സ് വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 200 വയസ്സ് വരെയും ജീവിക്കട്ടെ. പക്ഷേ ആ 200 വയസ്സ് കഴിഞ്ഞു പോകുമ്പോഴും പറയണം, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകിയായ അമ്മയുണ്ടായിരുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രവാചകിയായിരുന്നൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രവാചകിയായിരുന്നൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന് പറയത്തക്ക നിലയിലുള്ളൊരു ശുശ്രൂഷയാണ് ദെബോറ ചെയ്തേച്ചും പോയത്. ചുമ്മാ പ്രാർത്ഥിച്ചിട്ടിട്ട് പോയാൽ പോരാ, ചിലതൊക്കെ നടക്കുന്ന ഒരു ദെബോറയുടെ മേലുണ്ടായിരുന്ന പോലൊരു പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്ങിന് വേണ്ടി ഇന്ന് മുതലൊന്ന് പ്രാർത്ഥിക്കാമോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് അങ്ങനെ തന്നെ നടക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്ങിന് വേണ്ടി. ഈ സ്ത്രീയുടെ വിസ്ഡം ഭയങ്കരമാണ്. ഈ സ്ത്രീയുടെ അവരെ കുറിച്ച് പറയുന്നത് നമ്മളൊന്ന് വായിക്കാം. അതെ, അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമായ്ക്കും ബഥേലിനും മധ്യയുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. അവൾ ഇരുന്ന വീട്, ഇനി ശ്രദ്ധിച്ചു, ഇനിയാണ് എനിക്കിതിനകത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാരെ വേണ്ടത്. അവളെക്കുറിച്ച് പറഞ്ഞ, അവൾ ഈന്തപ്പനയുടെ കീഴിലായിരുന്നു അവളുടെ വാസസ്ഥലം. ആ ഈന്തപ്പനയുടെ കീഴ് നിങ്ങളോടാ, ആ ഈന്തപ്പനയുടെ കീഴ്, ആ ഷീറ്റിട്ട വീടിൻ്റെ കീഴ്, ആ ഒറ്റ നിലയുള്ള വീടിൻ്റെ കീഴ്, ആ ഒരു ചെറിയ ഒരു ചായ്പുള്ള സ്ഥലം, ആ ചെറിയ രീതിയിലൊന്ന് കുത്തിമറച്ചിരിക്കുന്ന ആ സ്ഥലം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇച്ചിരയും പോകുന്നൊരു സ്ഥലം, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം വിരിച്ചൊരുക്കിയിട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ സ്ഥലം ദെബോറയുടെ ഒരു ഈന്തപ്പനയുടെ കീഴായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത ദൂത് നിങ്ങളോടാണ്. ആ ഈന്തപ്പനയുടെ കീഴിൽ ദൈവാലോചന ചോദിക്കാൻ ആൾക്കാർ വരാൻ പോകുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഞാൻ ഓരോ വേർഡും കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചാൽ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പുറത്തിറങ്ങിപ്പോയി വേല ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരിക്കാം. നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് പെർമിഷൻ ഇല്ലാതെ പോകാൻ നിങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. നിങ്ങൾക്ക് താലന്തുണ്ട്, കൃപയുണ്ടെങ്കിലും എവിടെ പോയി എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്ത ഒരു ദെബോറയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവത്തിനു വേണ്ടി നിൽക്കണം, ദൈവത്തിനു വേണ്ടി ഓടണം, ദൈവത്തിനു വേണ്ടി എന്തേലും ചെയ്യണം, കർത്തൃനാമത്തിനു വേണ്ടി ശോഭിക്കണം, ശിഷ്ടകാലം ദൈവത്തിനായി നിൽക്കണമെന്ന് കൊതിക്കുന്ന, എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുന്ന, സന്ദർഭം എതിരായി നിൽക്കുന്ന, സാമ്പത്തികം
വെല്ലുവിളിയായി നിൽക്കുന്ന, ആരോഗ്യം ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന സഹോദരിയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ, എനിക്ക് അമ്മയോട് പറയാൻ ഒരു കാര്യമുണ്ട്. അമ്മയുടെ ഈന്തപ്പനയുടെ കീഴിൽ, ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇസ്രായേലിലെ സകലമാന വ്യക്തികളും ന്യായവിസ്താരത്തിനും ആലോചനയ്ക്കും വേണ്ടി വന്നിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ദാറ്റ് ഈസ് ആൻ അനദർ കൈൻഡ് ഓഫ് അനോയിന്റിങ്. In the name of Jesus. ഇത് മറ്റൊരു തരത്തിലെ അഭിഷേകമാണ്. എന്നാന്നറിയാവോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് ആലോചന ചോദിച്ച ആൾക്കാർ വരിക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് മറുപടികൾ തേടി വരിക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് അവസരങ്ങൾ ചോദിച്ചു വരിക, അവസരങ്ങൾ തേടി വരിക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മറുപടികൾ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുക. This is an major anointing. In the name of Jesus. ഞാൻ അങ്ങനെ ഒരു അഭിഷേകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദെബോറ ഇറങ്ങിപ്പോയി ട്രാക്ട് കൊടുത്തപ്പോൾ മാത്രമല്ല, ദെബോറ ഇറങ്ങിപ്പോയി ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തപ്പോൾ എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് ഞാൻ പ്രത്യേകമായി സല്യൂട്ട് തരുന്നു. ട്രാക്ട് കൊടുക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാൻ പ്രത്യേകം സല്യൂട്ട് തരുന്നു. കവലകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയും കർത്താവിനെ കുറിച്ച് ഉയർത്തുകയും ചെയ്യുന്ന കർത്തൃദാസന്മാർക്ക്, അതിന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ പ്രത്യേകമായി സല്യൂട്ട് തരുന്നു. ഇതെല്ലാം ദൈവസന്നിധിയിൽ വളരെ വിലയുള്ളത് തന്നെ. എന്നാൽ അങ്ങനെ ഒന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും പോകാൻ കഴിയാത്ത അവസ്ഥയുള്ള ദെബോറയുടെ അകത്തുണ്ടായിരുന്ന ആത്മാവുള്ളവർ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട്. എനിക്ക് അവരോട് പ്രത്യേകമായി സംസാരിക്കാനുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ തന്നെ. അവർ ഈന്തപ്പനയുടെ കീഴിലിരിക്കുമ്പോൾ ദെബോറയുടെ പനമര കീഴിൽ കോടതിയിലേക്ക് ജനങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കാൻ എത്തുമായിരുന്നു. നിങ്ങൾക്ക് വലിയ ലോകപരിചയമൊന്നും കാണത്തില്ല, നിങ്ങൾക്ക് രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിവ് കാണത്തില്ല, നിങ്ങൾക്ക് എന്താണ് ഏതാണ് വലിയ ഭയങ്കരമാകുന്ന ജനറൽ നോളജ് ഒന്നും കാണത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ വിസ്ഡത്തിലൂടെ ദൈവം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഭയങ്കര ഗിഫ്റ്റ് നിങ്ങളിലുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിനക്ക് പരിഹരിക്കാൻ പറ്റും. ആമേൻ. രാജാവാര ദാനിയേലാര, രാജാവാര ദാനിയേലാര, രാജാവാര ശദ്രക് മേശക് അബേദ്നെഗോവാര, രാജാവാര യോസേഫാര. അപ്പൊ ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ട്. രാജാവ് യോസേഫ്, രാജാവ് ദാനിയേൽ, രാജാവ് ശദ്രക് മേശക് അബേദ്നെഗോ. പക്ഷേ രാജാവും സിംഹാസനവും തൻ്റെ അധികാരങ്ങൾക്കും പരിഹരിക്കാൻ പറ്റാത്ത, ഉത്തരം കിട്ടാത്ത, അവരുടെ നോളജിൽ സോൾവ് ആകാത്ത, അവരുടെ കൽദയർക്ക് സാധിക്കാത്ത, അവരുടെ ക്ഷുദ്രപ്രവർത്തിക്കാർക്ക് സാധിക്കാത്ത, അവരിലെ മന്ത്രവാദികൾക്ക് സാധിക്കാത്ത, അവരിലെ തത്വചിന്തകന്മാർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ആത്മാവിന് സോൾവ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാ നിറവോടെ പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യരോട്, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളോട്, ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളോട് പറയുന്നു, പല ബുദ്ധിമാന്മാർക്കും, പല ലോകം കണ്ടവനും, പല ജനറൽ നോളജ് ഉള്ളവർക്കും പരിഹരിക്കാൻ പറ്റാത്ത, അവർ ഉത്തരം മുട്ടി നിൽക്കുന്ന വിഷയങ്ങൾക്കകത്ത് പനമര കീഴിലിരുന്ന് പ്രാർത്ഥിച്ച ദെബോറ മറുപടി കൊടുത്തതുപോലെ ഇന്നു മുതൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു സ്വർഗീയ ജ്ഞാനം പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. In the name of Jesus. നിങ്ങൾ പല ചോദ്യത്തിനകത്തായിരിക്കാം പ്രിയപ്പെട്ടവരെ. പലരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നു, പലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പലർക്കും വേണ്ടി ഞാൻ ദൂത് പറയുന്നു. പക്ഷേ എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത റപ്പായിയാണ് എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? എന്നാൽ ഉത്തരം കിട്ടാത്ത റപ്പായി ഒന്നും അല്ല നിങ്ങൾ
ഉത്തരങ്ങളുടെ ഒരു വലിയ ഭരണിയാക്കി, ഖജനാവാക്കി കർത്താവ് മാറ്റും. കാര്യം എന്താണെന്നറിയാമോ? ദെബോറ ഇത്രയും ശുശ്രൂഷ ചെയ്യുമ്പോൾ ദെബോറയ്ക്ക് വെല്ലുവിളി ഇല്ലാതിരിക്കും തോന്നുന്നുണ്ടോ? ദെബോറ ഇത്രയും രീതിയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ ദെബോറയ്ക്ക് വെല്ലുവിളി ഇല്ലായിരിക്കും. പക്ഷേ എന്ന് നീ ഇരുന്ന പനമരക്കീഴ് നീ മറന്ന് നിന്റെ ശുശ്രൂഷ ചെയ്യുമോ? ബൈബിൾ വാക്യത്തിൽ പറയാം, എന്ന് നീ ഇരുന്ന ഈന്തപ്പന കീഴിൽ മറന്ന് നീ ജീവിക്കുവോ, അന്ന് മുതൽ ഇസ്രായേൽ മക്കളെ പോലെ നിന്നെ എണ്ണത്തുള്ളൂ. നിന്നെ അടിച്ചമർത്തപ്പെടും, സീസറുടെ കീഴിൽ കൊണ്ടിടും, നിന്നെ ഞെരുക്കും. പിന്നെ നീ പ്രവചിക്കുന്നതൊന്നും ഒത്തു വരത്തില്ല. പിന്നെ നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടിയൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കും. പിന്നെ നീ തൽക്കാലം ബുക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ കാര്യം നടന്നു വരത്തില്ല. യാത്ര ഓപ്പൺ ആകത്തില്ല, നിൻ്റെ ഫണ്ട് ഓപ്പൺ ആകത്തില്ല, നിൻ്റെ നന്മ ഓപ്പൺ ആകത്തില്ല. നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടികളെല്ലാം ഇങ്ങനെ വേക്കൻ്റായി കിടക്കും. നീ ഇരുന്ന ഈന്തപ്പന കീഴ് മറക്കാത്തൊരു ജീവിതം വേണം. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് കത്തും. ഞാൻ പറയേണ്ട തുറന്നു പറയും, വന്ന വഴി മറക്കല്ല്. എന്തോ വേണം? വന്ന വഴി മറക്കല്ല്, വന്ന കാലം മറക്കല്ല്. നമ്മളെ ഈ ഒന്നും അല്ലാത്ത സമയത്ത് പ്രാർത്ഥിച്ച് കൈത്താങ്ങിയവരുണ്ട്. ഉണ്ടെന്നോ ഇല്ലെന്നോ? അതോ വായിൽ സ്വർണ്ണക്കരടിയായിട്ട് ജനിച്ചവരാണോ എന്ന് അവരോടല്ല, അല്ലാത്തവരോടാണ് പറയുന്നത്. നമ്മളെ വന്ന വഴിയിൽ താങ്ങിയവരുണ്ട്. നമ്മളെ ഒന്നും അല്ലാത്ത സമയത്ത് നമ്മളെ ബലപ്പെടുത്തിയവർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ തകർന്ന് തരിപ്പണമായി കിടന്ന സന്ദർഭത്തിൽ ഒരു ഭയങ്കര പ്രവചന ശബ്ദം പോലെ ഇന്ന് വരെ കണ്ടിട്ടില്ല ആ അമ്മ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ആ അമ്മ. ഒരു സമയത്ത് എന്നെ വിളിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സമയം, അന്ന് ശുശ്രൂഷയിലല്ല, അന്ന് നമ്മുടെ ഈ മീറ്റിംഗ് ഒന്നും ഇല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയം. ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു സമയത്ത് യാദർശികമായി എന്നെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ട്, ഞാനന്ന് കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ ഫേസ്ബുക്കിൽ ഇടുമായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് ഒരു സമയം ആൻറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വിളിക്കണമെന്ന് തോന്നി, എനിക്ക് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നോടൊരു പറഞ്ഞ ആലോചന എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പട്ടും കത്രികയും എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അത്ര ആക്യുറേറ്റ് ആയിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച സമാധാനം, അന്ന് ഞാൻ അനുഭവിച്ച സ്വസ്ഥത, അന്ന് ഞാൻ ദൈവത്തെ അങ്ങ് വല്ലാത്തൊരു കർത്താവിനെ കണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചേനെ. കാരണം അതുപോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നെ ആ അന്നത്തെ കാലത്തിൽ എന്നെ കൈത്താങ്ങിയ, അന്നത്തെ കാലത്തിൽ എന്നെ പ്രാർത്ഥിച്ച് കൈത്താങ്ങിയ, അന്നത്തെ നാളുകളിൽ എന്നെ ഓർത്ത ഒത്തിരി നന്ദിയുള്ളവരെ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമ്മുടെ ഈന്തപ്പന കീഴ് നമ്മൾ എന്ന് മറക്കുവോ, അന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾക്കെല്ലാം, അന്ന് നമ്മുടെ ആ ഒരു ഫ്ലോയൊക്കെ അങ്ങോട്ട് മെല്ലെ കുറയും. എപ്പോഴും താഴ്ന്ന നിലത്തെ നീരോടത്തുള്ളൂ. ദെബോറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് അനുസരണയുണ്ടായിരുന്നു, അവർക്ക് താഴ്മയുണ്ടായിരുന്നു, അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാരാക്കിനോട് പറഞ്ഞത്, സ്തോത്രം, ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. അവൾ അബിനോവാബിൻ്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, ദൈവാത്മാവിലാകട്ടെ ഇതൊക്കെ ചെയ്യുന്നത്, അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലൂൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീൻ്റെ സേനാപതി സീസരെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ആത്മാവുള്ളൊരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. എന്ത് ചെയ്യുമെന്നും നീ അതിനുവേണ്ടി ചെയ്യണമെന്നുമുള്ള വെളിപ്പാട്. ഇന്ന് നിങ്ങൾ പല കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനല്ലേ? പ്രാർത്ഥിക്കായികയൊന്നുമില്ല, പ്രാർത്ഥിപ്പിക്കായികയുമില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ ദെബോറയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദെബോറയിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ,
എന്ത് ചെയ്യാൻ പോകുന്നുവെന്നും അതിനുവേണ്ടി നീ എന്ത് ചെയ്യണമെന്നും വെളിപ്പെടുത്തുന്ന ഒരു ക്ലാരിറ്റിയുടെ ആത്മാവ് ദെബോറയിൽ വ്യാപരിച്ചിരുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലൊരു ക്ലാരിറ്റി തരുന്ന ഒരു ആത്മാവിനെ പകരട്ടെ. നമ്മുടെ ലൈഫിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത്, ദൈവം അതിനുമായി ബന്ധപ്പെട്ട് എന്തോ എന്നോട് സംസാരിക്കുന്നതെന്ന് ക്ലാരിറ്റി വരുത്തുന്ന ഒരു സ്പിരിറ്റ് റിലം ഇന്ന് ഓപ്പൺ ആകട്ടെ. ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ യെസ്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്ന് മനസ്സിലാകുന്ന, ഇന്ന സിറ്റുവേഷനിൽ നീ ഇന്നതുപോലെ ചെയ്യുമെന്ന് നമ്മളോട് പറയുന്ന ആ ഒരു ദൈവ ശബ്ദത്തെ മനസ്സിലാക്കുന്ന, ദെബോറയുടെ മേൽ ദൈവം കനിവോടെ പകർന്നിരുന്ന ആത്മാവിനെ നമ്മുടെ മേൽ യഹോവ കരുണയോടെ പകരുമാറാകട്ടെ. ഒരു ആമേൻ പറഞ്ഞേ. അപ്പം ഞാൻ ദൈവമായ യഹോവ ബാരാക്കെ നിന്റെ കയ്യിൽ ഈ പറയുന്ന കൂറ്റന്മാരെ ഏൽപ്പിക്കും. വിശ്വാസമുണ്ടോ? പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ചില ശത്രുവിനെയൊക്കെ ദൈവം എൻ്റെ കയ്യിൽ ഡീൽ ചെയ്യാൻ ഏൽപ്പിക്കുമെന്ന്. ചില ശത്രുവിനെയൊക്കെ എൻ്റെ ജനത്തെ അടിച്ചമർത്തുന്ന, എൻ്റെ തലമുറകളെ അടിച്ചമർത്തുന്ന, എൻ്റെ ദൈവം വിളിച്ച തലമുറകളെ അടിച്ചമർത്തുന്ന, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തെ അടിച്ചമർത്തി എന്നെയും എൻ്റെ കുടുംബത്തെയും ഭരിക്കുന്ന, എൻ്റെ നന്മകളെ ചൂഷണം ചെയ്യുന്ന ദുഷ്ടൻ്റെ ആത്മാവിനെ യഹോവ എൻ്റെ കയ്യിൽ ഡീല് ചെയ്യാൻ ഏൽപ്പിക്കുമെന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? ദെബോറ പറയുന്നു, നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ബാരാക്കെ. പക്ഷെ ഒരു കാര്യം, സ്ത്രീയാകുന്ന ദെബോറയ്ക്കുള്ള കോൺഫിഡൻസ് ബാരാക്ക് എന്ന് പറയുന്ന പുരുഷനില്ല. ചില വീട്ടിൽ അങ്ങനെയാണ്, സ്ത്രീകളായിരിക്കും ബോൾഡ്, അല്ലേ? അതിൽ തെറ്റൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർക്ക് സ്ത്രീകളായിരിക്കും ആ വീട്ടിൽ ഏറ്റവും ഭയങ്കര രീതിയിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, മുഖത്ത് നോക്കാതെ പറയാം, അതിൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നതിന് മുഖത്ത് നോക്കി പറയാം. സ്ത്രീകൾ വീടിൻ്റെ ഭർത്താവാകരുത്. ഞാൻ പുരുഷവാദിയാണെന്ന് പറയണ്ട. സ്ത്രീകൾ വീടിൻ്റെ വിളക്കാകുക, പുരുഷന്മാർ വീടിൻ്റെ തലയാകട്ടെ. അങ്ങനെയാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഫാമിലിയെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ പുരുഷന്മാരെ, നിങ്ങൾ ആ തലയുടെ സ്ഥാനം വഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന സ്ത്രീകൾ ഞാൻ വാലായിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ ആ കുടുംബം ഇടിഞ്ഞു പോകുന്നത് കൊണ്ട് ദയവായി പുരുഷന്മാരുടെ സ്ഥാനം പുരുഷന്മാർ ചെയ്യുക. സ്ത്രീയുടെ തല പുരുഷൻ എന്ന് ദൈവം ആ ഒരു ക്രമത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് പല തലയും മാളത്തിനകത്തിട്ടിരിക്കുമ്പോൾ തലയില്ല എന്നർത്ഥമില്ല. ഭവനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പുരുഷന്മാർ കൃത്യമായി ചെയ്യുക. സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പുരുഷന്മാർ കൃത്യമായി ചെയ്യുക. ആ കാര്യങ്ങൾ കൂടെ ഒരു സ്ത്രീജനം ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഓവർലോഡാണ്. അവരെ സംബന്ധിച്ച് നന്നായി കുടുംബം ഭരിക്കുന്ന, നന്നായി മക്കളെ നോക്കുന്ന, നന്നായി വീടിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന, ഭവനത്തിനകത്തെ മുന്തിരിവള്ളിയാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യവും കൂടെ, കടമകളും കൂടെ, ഉത്തരവാദിത്വങ്ങളും കൂടെ അവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഓവർലോഡാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എൻ്റെ മെസ്സേജ് വേറൊരിടത്തേക്ക് ഡൈവേർട്ട് ചെയ്യുന്നില്ല, ഞാൻ അത്രയും പറഞ്ഞു നിൽക്കട്ടെ. സോ ഇവിടെ ദെബോറ എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര കറേജസ് ആയിട്ട് നിൽക്കുകയാണ്. വളരെ ഒരു സ്പിരിറ്റ് റെവലേഷനിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ബാരാക്കിനോട് പറഞ്ഞും കൊടുക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, പലർക്കും ചെയ്യാൻ കഴിയാത്തത്, പലർക്കും ഉത്തരം കിട്ടാത്തത് നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോൾ ഉടൻ ബാരാക്ക് പറയുന്നൊരു കാര്യം നിങ്ങൾ നോക്കി. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം. ഇതൊരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇവളുടെ മേൽ യഹോവയുണ്ട്, ഇവളുടെ മേലൊരു ദൈവപ്രസാദമുണ്ട്. ദെബോറയുടെ മേൽ യഹോവയുടെ ആത്മാവുണ്ട്. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. പുള്ളി ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്, ഇവരൊരു അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണ്, ഇവരുടെ കൂടെ യഹോവ ഇരിക്കുന്നു എന്നൊക്കെ മറ്റൊരു വ്യക്തി മനസ്സിലാക്കി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമാകുന്നൊരു കാര്യം തന്നെയാണ്. ആമേൻ. അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് കേൾക്കുന്നത് കുറച്ചിലാണോ? ചിലർ ഒളിച്ചു വെച്ചൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ചിലർ അത് അവരുടെ അവസ്ഥ കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വനിതയാണ്,
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കൃപയുള്ളൊരു മനുഷ്യനാണെന്ന് കേൾക്കുന്നത് സന്തോഷമാണോ? ഇവിടെ ബാരാക്ക് പറയുന്നു, നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ പോകാമെന്ന്. ദെബോരെ, ഇത്രയും 10,000 പുരുഷന്മാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന നീ ഒരാൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് മുട്ടിടിക്കും. ദെബോറ കൂടെ വന്നാൽ ഞാനും പോകാം. അതാ ബാരാക്കിൻ്റെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങളെ പരിഗണിക്കാത്തവരും കൂടെ ദെബോറയുടെ മേൽ വ്യാപരിച്ച ആത്മാവുണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിച്ചിരിക്കും. ആമേൻ, ആമേൻ. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്കു വരികയില്ല. നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം. കുഞ്ഞ്, ഇതൊക്കെ ഞാൻ കുറച്ച് അധികം എടുത്ത് സംസാരിക്കേണ്ട കാര്യം, പക്ഷേ എൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോറ എഴുന്നേറ്റു ബാരാക്കിനോട് കൂടെ കേദേശിലേക്ക് പോയി. ബാരാക്ക് സെബൂലിനെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചുകൂട്ടി. അവനോടുകൂടെ 10,000 പേർ കയറി ചെന്നു. ദെബോറായും കൂടെ കയറി ചെന്നു. എന്നാൽ കേന്യനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിൻ്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സാനാമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. താഴേക്ക് ഇങ്ങോട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് കാണും, സീസറയുടെ സൈന്യമൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ വീണു. 6 നിമിത്തം, ദെബോറ നിമിത്തം. പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ദൈവശബ്ദവും ദൈവം കൂടെയുള്ള സ്ത്രീ ആ യുദ്ധത്തെ നയിക്കാൻ തക്കവണ്ണം മുൻപേ പോകാൻ എടുത്ത നിശ്ചയദാർഢ്യവും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതനുസരിച്ച് ചുവടുവെക്കാൻ വേണ്ടി തയ്യാറായതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയും ദൈവം കണക്കിലെടുത്ത് ദെബോറയോട് കൂടെ നിന്ന സൈന്യത്തെ ദൈവം ജയിപ്പിച്ചു എങ്കിൽ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ ഈ കാര്യം ചെയ്തോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കണ്ട, എനിക്കിങ്ങോട്ട് വല്ലതും തരാവോ എന്ന് നിങ്ങൾ ചോദിക്കണ്ട, എന്നെ ബഹുമാനിക്കാവോ പ്ലീസ് എന്ന് നിങ്ങൾ പറയണ്ട. ദൈവമുള്ള മനുഷ്യനെ, ദൈവമുള്ള ദൈവദാസിയെ, ദൈവമുള്ള പ്രാർത്ഥിക്കുന്ന അമ്മേ, ദൈവമുള്ള സുഹൃത്തെ, ദൈവമുള്ള കൂടപ്പിറപ്പേ, നിങ്ങൾ ദൈവാത്മാവിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവാത്മാവിനാലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവാത്മാവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലുതെന്ന് കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നയിക്കാനും ഒരു പടയുണ്ടാകും, നിങ്ങൾക്ക് ചെയ്യാനും ഒരു ശുശ്രൂഷയുണ്ടാകും. ആരും നിങ്ങളുടെ ബഹുമാനം അടിച്ചോണ്ട് പോകത്തില്ല. ഇവിടെ ദെബോറ പറയുന്നു, മോനെ കാര്യമൊക്കെ ശരിയാ, പക്ഷെ എൻ്റെ ആത്മാവിൽ എന്നിലൂടെ ദൈവം ചെയ്യുന്ന കാര്യത്തിൻ്റെ ബഹുമാനം കട്ടെടുക്കാൻ വരണ്ട. ആ ബഹുമാനം എൻ്റെ മേൽ യഹോവ തരും. പ്രാർത്ഥിക്കുന്ന നിനക്ക് ബഹുമാനം വില കൊടുത്തു മേടിക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ബഹുമാനം കടം മേടിക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കുള്ള ബഹുമാനം നിന്നിലൂടെ നടക്കുന്ന ദൈവ പ്രവൃത്തിയിൽ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ തന്നെ വന്ന് ചേർന്നിരിക്കും. നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, നിങ്ങളൊരു പ്രൊഫഷൻ ചെയ്യുമ്പോൾ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരാമോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട. നിന്റെ ബഹുമാനം ദൈവത്താൽ നിന്റെ മേൽ വീണിരിക്കും. നിന്റെ ശുശ്രൂഷയുടെ പ്രതിഫലം നിന്റെ മേൽ ദൈവം പകർന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് ദൈവത്തിൻ്റെ നിയമമാണ്. ദെബോറമാരെ ബഹുമാനമണിയാൻ തയ്യാറായിക്കോ. ദെബോറമാരെ ബഹുമാനമണിയാൻ തയ്യാറായിക്കോ. നിനക്ക് കീഴ്പ്പെടേണ്ട ഒരു സൈന്യത്തെ ദൈവം നിരത്തി നിർത്തിയേക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ട പോലെ പറയാൻ ദൈവം ദെബോറയുടെ നാവ് ചലിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ബാരാക്കിനോട് പറഞ്ഞു, സാറേ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം, കാര്യം ഞാൻ അങ്ങേക്ക് കൂടെയൊക്കെ വരാം, എനിക്ക് വഴിച്ചെലവൊന്നും അങ്ങ് തരണ്ട, ഞാൻ പെട്രോൾ അടിച്ചോളാം, ഞാൻ വണ്ടി ഓടിച്ചോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതെന്നാ, ഈ പട നയിച്ചത് ഞാനാണ്,
ഈ കാര്യം ചെയ്തത് ഞാനാണ്, ഇത് എൻ്റെ കൈവേലയാലാണ് ഈ കാര്യങ്ങൾ നടന്നെന്നുള്ള ബഹുമാനം എടുക്കാൻ വന്നേക്കല്ല്. അത് ന്യായപ്രകാരം ആ ബഹുമാനം അങ്ങേക്കുള്ളതല്ല. ദൂത് പറയാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ, ചെയ്യേണ്ട സമയത്ത്, ചെയ്യേണ്ടവന് ചെയ്യേണ്ട ഇടത്ത് ചെയ്താൽ, ഒന്നും കൂടെ പറയാം, നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം, നമ്മൾ ചെയ്യേണ്ട കടമ, നമ്മൾ ന്യായമായും ചെയ്യേണ്ട കാര്യം, ചെയ്യേണ്ട വ്യക്തിക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യാനൊരവസരം വരുമ്പോൾ, ചെയ്യേണ്ട ഇടത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ ബഹുമാനം അപ്പുറത്തെ ഇടത്ത് നിന്ന് കടം വാങ്ങേണ്ടി വരത്തില്ല. നീ ചെയ്തതിൻ്റെ നന്മയും ബഹുമാനവും നിൻ്റെ മേൽ മാത്രമല്ല, നിങ്ങളുടെ തലമുറ മേൽ കൂടെ ലഭിക്കും. തീർന്നില്ല, നിങ്ങളുടെ സൈന്യത്തിനും കൂടെ ലഭിക്കും. ഈ ബഹുമാനം ദെബോറയ്ക്ക് മാത്രമാണോ? അല്ല. ഈ ജയത്തിൻ്റെ സന്തോഷം ദെബോറയ്ക്ക് മാത്രമാണോ? അല്ല. ഈ ജയത്തിൻ്റെ സന്തോഷവും ഇനി അതിനുശേഷം 5-ാമത്തെ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ വാക്യത്തിൽ സോങ്സ് ഓഫ് ദെബോറ എന്നാണ് കിടക്കുന്നത്. ദെബോറയുടെ ജയഗീതം, ദെബോറയുടെ ജയഗീതം നഗരം. ദെബോറ ഒരു പാട്ടുപാടി ദൈവത്തിന്. കാര്യം എന്താ? അതൊരു വിജയഗീതമായിരുന്നു. അവരുടെ സൈന്യത്തെ ജയിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഗാനമായിരുന്നു. ആ സന്തോഷം ആരൊക്കെ അനുഭവിച്ചു? ദെബോറ മാത്രമല്ല, ദെബോറ ന്യായപാലനം ചെയ്തിരുന്ന ദേശം അനുഭവിച്ചു, അവരുടെ സൈന്യം അനുഭവിച്ചു. അമ്മമാരെ, പ്രാർത്ഥിക്കാൻ മാത്രമല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്, ചിലയിടത്ത് പ്രവർത്തികൾ ചെയ്യാനും കൂടെ ദൈവം നിങ്ങളെ മുൻനിരയിൽ നിർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥിച്ച് ദൂത് പറയാനും, പ്രാർത്ഥിച്ച് അത് അവിടെ കിടക്കുന്നു, ഇതിവിടെ കിടക്കുന്നു, അത് അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, അത് മേളിൽ കെട്ടിക്കിടക്കുന്നു, അത് താഴെ കെട്ടിക്കിടക്കുന്നു, അത് അവിടെ കെട്ടിക്കിടക്കുന്നു എന്നൊന്നും പറയാൻ മാത്രമല്ല ഒരു പ്രൊഫറ്റിൻ്റെ ആത്മാവുള്ളത്. ചില സമയത്ത് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ, ചില സന്ദർഭങ്ങളിൽ വഴി കാട്ടിയേ പറ്റത്തുള്ളൂ, ചില സന്ദർഭങ്ങളിൽ കൈ നീട്ടിയേ പറ്റത്തുള്ളൂ, ചില കാര്യങ്ങൾക്ക് കണ്ണ് തുറന്നേ പറ്റത്തുള്ളൂ. കണ്ണടച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായാൽ പോരാ, കണ്ണ് തുറന്ന് പ്രവർത്തിക്കുകയും കണ്ണ് തുറന്ന് കാണുകയും ചെയ്യുന്നൊരു ദെബോറയായാൽ ബഹുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെയും വിളിക്കേണ്ടി വരത്തില്ല, വഴികൾ തുറക്കാൻ വേണ്ടി ആരെയും പ്രാർത്ഥിക്കാൻ വിളിക്കേണ്ടി വരത്തില്ല. കറക്റ്റ് ടൈമിൽ ജയം നിന്റെ അവകാശമാക്കി ദൈവം മാറ്റും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? എത്ര ദെബോറമാർ വിശ്വസിക്കുന്നു? ഈ പ്ലാറ്റ്ഫോമിൽ എത്ര ദെബോറമാരുണ്ട്? ഇന്ന് രാത്രി എത്ര ദെബോറമാരുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ? അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച് ചെയ്യുമോ? അങ്ങനെ ഒരു വ്യക്തിക്ക് നിങ്ങളോട്, അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരാലോചന പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ചെയ്യുമോ? അങ്ങനൊരു പ്രവൃത്തിക്ക് നിങ്ങളത് വന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യത്തോടെ ചെയ്യുമോ? എന്താണ് ഈ സന്ദേശം നമുക്ക് തരുന്ന ഒരു ദൂത്? ദൈവം പുരുഷന്മാരെ മാത്രമല്ല, ദൈവം സ്ത്രീകളെയും സ്നേഹിക്കുന്നു. ഈ ആൺപെൺ ദൈവം പുരുഷന്മാരെ മാത്രമല്ല തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്, ദൈവം സ്ത്രീകളെയും എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നമുക്കാണ് ഈ ആൺപെൺ വ്യത്യാസമുള്ളത്. നമുക്കാണ് അതൊരു ഒരു 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 ചില സമയത്ത് നമുക്കൊരു ഈഗോയിസം വർക്കൗട്ട് ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ദൈവം ബൈബിളിൽ വ്യക്തമായി സ്ത്രീകളുടെ ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ മറക്കുന്നില്ല, ഇതൊന്നും കാണാതെ അല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രൊഫറ്റാക്കി ഒരു സൈന്യത്തെ ഒരു ഇസ്രായേലിൻ്റെ ഒരു 4ാമത്തെ ഒരു സേനാധിപതിയാക്കി മാറ്റാൻ, ആ ജനത്തെ നയിക്കാൻ ദൈവം ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം അവർ PSC ടെസ്റ്റ് എഴുതി കയറിയതല്ല. അതിൻ്റെ പിന്നിലെ കാരണം അവർക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. അതിൻ്റെ പിന്നിലെ കാരണം അവരുടെ ദാഹമാണ്. അതിൻ്റെ പിന്നിലെ കാരണം അവരുടെ പ്രാർത്ഥനയാണ്. അതിൻ്റെ പിന്നിലെ കാരണം അവരുടെ താഴ്മയാണ്. അതിൻ്റെ പിന്നിലെ കാരണം അവരുടെ വിശ്വസ്തതയാണ്. നെഗളമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, താഴ്മയുള്ള, കീഴ്പ്പെടുന്ന മനോഭാവമുള്ള, അസൂയയില്ലാത്ത, വൈരാഗ്യബുദ്ധിയില്ലാത്ത, അല്പം എന്തെങ്കിലും ഒന്ന് നടന്നാൽ ജാടയില്ലാത്ത ഏതൊരു ആണിനെയും പെണ്ണിനെയും ദൈവം തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ എഴുന്നേൽപ്പിക്കും. ഇന്നും ദൈവം നോക്കുന്നത്
വിശ്വസ്തരായവരുണ്ടോ തൻ്റെ വേല ചെയ്യാനെന്ന. അതിലാണെന്നോ പെണ്ണെന്നോ ദൈവം ചെയ്യുന്നില്ല. കാത്രിൻ കുൽമാനെ ദൈവം അതിശക്തമായി ഉപയോഗിച്ചു. ഇപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പേര് കിട്ടുന്നില്ല. ഒത്തിരി ഞാൻ ഈ ഇടയ്ക്ക് ഒരു അപ്പോസ്റ്റലായിട്ടുള്ള ഒരു കത്രീന എന്ന് പറയുന്ന ഒരു അപ്പോസ്റ്റൽ എന്നാണ് അവർ ഇട്ടേക്കുന്നത്. അവരോട് നടക്കുന്ന ശുശ്രൂഷ കൊണ്ടായിരിക്കാം അപ്പോസ്റ്റൽ എന്നാണ് ഇട്ടേക്കുന്നത്. ഞാൻ അത് ശരിയോ തെറ്റോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ദൈവം അവരിലൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ കണ്ടു. അസാധാരണമായ വീര്യപ്രവൃത്തികളാണ് ചെയ്യുന്നത്. പാപത്തിൻ്റെയൊക്കെ ശക്തികൾ ഓരോരുത്തരുടെ മേൽ നിന്ന് അഴിഞ്ഞളകി പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊന്നും ബാക്കി കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ദൈവം തൻ്റെ ആത്മാവിനെ പകർന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ കർത്താവ് സ്ത്രീകളെപ്പോലും എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അന്ത്യകാലഘട്ടമാണ്. കൊതിക്കുന്ന ഏത് മനുഷ്യരെയും ജാതി മതഭേദമന്യേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനോടുകൂടെ ചേർന്ന് നിന്ന് ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവവചനത്തോടുള്ള ഐക്യതയിൽ, ബന്ധത്തിൽ, വിശ്വസ്തതയിൽ, സ്നേഹത്തിൽ, പരോപകാരത്തിൽ, ഇന്ദ്രിയ ജയത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, പാപത്തിലേക്ക് കമ്മിറ്റഡാകാതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനെയും കർത്താവ് തൻ്റെ രാജ്യത്തിന് എഴുന്നേൽപ്പിക്കുന്ന കാലഘട്ടമാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ കാലത്തും ഒരു കഴുത ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ, തലകുനിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ബിലയാമിനോട് സംസാരിക്കാൻ കഴുതയെ എഴുന്നേൽപ്പിച്ചതുപോലെ കഴുതയെയും ദൈവം എഴുന്നേൽപ്പിക്കും. കാരണം അന്ത്യകാലഘട്ടമാകൊണ്ട് ദൈവത്തിൻ്റെ സത്യസുവിശേഷം വെളിവില്ലാത്തവന്മാർക്ക് വെളിവ് പകർന്നു കൊടുക്കാൻ. അങ്ങനെയായിരുന്നല്ലോ ആ കഴുത ബിലയാമിനോട് സംസാരിച്ചത്. വെളിവ് കെട്ടവന് വെളിപ്പാട് പറഞ്ഞു കൊടുക്കാൻ ആ കഴുതയുടെ വാ തുറന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് കഴുതകൾ റെഡിയാണെങ്കിൽ അതിനെയും എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ? കമ്മിറ്റഡായിട്ടുള്ളവനെ ദൈവത്തിന് വേണം. ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ കമ്മിറ്റഡാണോ? നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരവസരം കിട്ടിയാൽ പ്രവർത്തിക്കുമോ? പ്രാർത്ഥിക്കാൻ ഒരവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കുമോ? അതോ തലയിൽ കൂടെ തുണിയിട്ട് മറഞ്ഞിങ്ങനെ ഇരിക്കുമോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കാതിരിക്കുമോ? ദൈവാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ തലയിലിട്ടിരിക്കുന്ന തുണി മറഞ്ഞിരിക്കാനും ഉറങ്ങാനും ഉള്ളൊരു മറയായിട്ട് നിങ്ങൾ കാണരുത്. ദയവായി അത് കാണരുത്. പ്രാർത്ഥിക്കാൻ ഒരവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കുമോ? പ്രവചിക്കാൻ ആത്മാവ് നിയോഗിച്ച പ്രവചിക്കുമോ? പ്രവർത്തിക്കാൻ ദൈവാത്മാവ് പറഞ്ഞ പ്രവർത്തിക്കുമോ? യേശുവിൻ്റെ നാമത്താൽ ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ ചോദിക്കുന്ന ആ നിലയിലുള്ള ദെബോറമാരെ പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ചിലതിനെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ സെക്കൻഡിൽ തന്നെ ആ കെട്ടപ്പെട്ട അവസ്ഥകളൊക്കെ അങ്ങ് പൊട്ടത്തക്ക നിലയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് മനസ്സ് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. മനസ്സ് സമർപ്പിച്ച് മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രശ്നം ഞാൻ ദൈവത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ശരിയായി മനസ്സിലാക്കി, ഞാൻ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ഈ സെക്കൻഡിലൊന്ന് കർത്താവിനോട് പറഞ്ഞ, അപ്പാ എൻ്റെ ഉള്ളത്തെ ഒന്ന് തുറന്നു തരണമേ, അപ്പാ എന്നെയും ഒന്ന് ഉപയോഗിക്കണമേ, അപ്പാ അങ്ങയുടെ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, ദെബോറ ഇരിക്കുന്നിടത്ത് ന്യായപാലനം ചെയ്യുവാൻ ദെബോറ ഇരിക്കുന്ന ഇടം കോടതിയായിരുന്നത്. ദെബോറ ഇരുന്ന സ്ഥലം കോടതി. ജനത്തിന് നീതിയും ന്യായവും മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കോടതിയുടെ മുമ്പിൽ വരുന്നത് പോലെയാണ് ദെബോറയുടെ മുമ്പിൽ വന്നത്. ദെബോറ പറയുന്ന വാക്കിന് പിന്നെ അപ്പീലില്ല. കാരണം ദെബോറ സംസാരിക്കുന്ന സ്വന്തം ബുദ്ധിയിലല്ല, ദൈവത്തിന്റെ ആത്മാവിലായിരുന്നു എന്നതുപോലെ. പ്രാർത്ഥിക്കുന്ന അങ്ങയോട് ഞാൻ പറയുന്നു, താങ്കളോട് ഞാൻ പറയുന്നു, സഹോദരിയോട് ഞാൻ പറയുന്നു, അമ്മയോട് ഞാൻ പറയുന്നു, മുത്തശ്ശിയോട് ഞാൻ പറയുന്നു, അമ്മാമയോട് ഞാൻ പറയുന്നു, ഇന്നു മുതൽ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ ദൈവാത്മാവിനാൽ പ്രേരിതമായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വായിൽ നല്ലതും തീയതും വരാതിരിക്കട്ടെ. ദെബോറയുടെ വാക്കിന് അപ്പീലില്ലാത്തതുപോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വായിൽ നിന്ന് ഉപ്പിനാൽ രുചി വരുത്തിയത് മാത്രം പുറപ്പെടട്ടെ. ആ സമയം നിന്റെ ഈന്തപ്പനയുടെ കീഴിലും എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച്, എന്റെ ആ സമാധാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച്, ചിലരെയൊക്കെ തമ്പുരാൻ അയക്കാൻ തക്കവണ്ണം ഒരു വഴി വെട്ടട്ടെ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അതിനെയൊക്കെ തടയുന്ന എല്ലാ സാത്താനിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ.
പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് ജനത്തെ അയക്കാതെ വണ്ണം, പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് ജനത്തെ കടത്തിവിടാതെ വണ്ണം ആ വഴിയടയ്ക്കുന്ന സകല സാധാനിക ശക്തികളും ഈ സെക്കൻഡിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുകയാണ്. വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദെബോരയുടെ ഈന്തപ്പന കീഴിൽ അവൾ പാർത്തിരുന്ന കൂടാരത്തിലേക്ക് ജനം കൂട്ടം കൂട്ടമായി സമാധാനത്തിനു വേണ്ടി, ന്യായപാലനത്തിനു വേണ്ടി, ആലോചനയ്ക്ക് വേണ്ടി എത്തിയതുപോലെ, തർക്കപരിഹാരങ്ങൾക്ക് വേണ്ടി എത്തിയതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ ഭവനം, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എന്റെ സഭ, എന്റെ ദൈവം നിർത്തിയിരിക്കുന്ന എന്റെ ദേശം, ആ തരത്തിൽ എന്റെ ദൈവം ഉപയോഗിക്കട്ടെ. വഴി തുറക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴി തുറക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വഴി തുറക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. പരിശുദ്ധ പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ഒരു ദെബോറയെ ദൈവം ഉപയോഗിച്ചതുപോലെ ഒരു രാജ്യത്തിന്റെ സമാധാനത്തിന്, ജയത്തിന് ഒരു ദെബോറയെ ഉപയോഗിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. മനസ്സ് ദെബോറ ദൈവത്തിന് സമർപ്പിച്ചതുപോലെ, ഹൃദയം ദെബോറ ദൈവത്തിന് സമർപ്പിച്ചതുപോലെ, നാവ് ദൈവത്തിന് സമർപ്പിച്ചതുപോലെ, ചിന്ത ദൈവത്തിന് സമർപ്പിച്ചതുപോലെ, ശരീരം ദൈവത്തിന് സമർപ്പിച്ചതുപോലെ, ദൈവമേ, ഈ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ ഓരോരുത്തരെയും, ദൈവമേ, ഈ കൂട്ടായ്മയിൽ കൂടിയിരിക്കുന്ന ഓരോ ജനത്തെയും ഈ സമയം ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കർത്താവേ, അവിടുത്തെ മഹത്വം, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ശക്തി, അവിടുത്തെ കൃപ, അവിടുത്തെ ആത്മാവ്, അങ്ങയുടെ ജീവൻ, അങ്ങയുടെ നിയോഗങ്ങൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവ മക്കളിലേക്കും ഇന്നു മുതൽ തുറന്നു വിടട്ടെ. റിബാന മൗഷിലി റിമാൻറ്റിലി ഗൗൺതുസിയ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും തുറന്നു വിടണമേ. ആമേൻ. അത് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ തുറന്നു വിടണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ, ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവോ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഇരച്ചു കയറുവാൻ ഈ സെക്കൻഡ് മുതൽ ഞങ്ങളെന്ന വ്യക്തിയുടെ ഭാവവും ചിന്തയും സ്വഭാവവും ആത്മാവിൻ്റെ ഫലങ്ങൾ പോലും വ്യത്യാസപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്നൊരാത്മാവിൻ്റെ നിറവ്, ദൈവത്തിൽ നിന്നൊരാത്മാവിൻ്റെ പകർച്ച, ദൈവത്തിൽ നിന്നൊരാത്മാവിൻ്റെ ജീവൻ, ഒരു പുതുക്കം ഇന്നത്തെ ഈ മെസ്സേജിലൂടെ, ഈ മീറ്റിങ്ങിലൂടെ ഓരോ ജനത്തിലേക്കും വർഷിക്കട്ടെ. In the name of Jesus. Rabantano kundo fire librindosh. അവിടുന്ന് അങ്ങനെ ചെയ്ത മഹാസ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മഹത്വവും മാനവും അങ്ങേക്ക് അത് യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പറയാം. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഈ മീറ്റിങ്ങിന് ഒരു ലൈക്ക് കൊടുത്താൽ പോരാ, അതുകൂടാതെ നിങ്ങൾ ഷെയറും കൂടെ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. കഴിവുള്ളിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുക. പരമാവധി ആൾക്കാരോട് ഈ സന്ദേശങ്ങൾ കണ്ട് ദൈവത്തിനായി വേർതിരിയാൻ പറയുക. അന്ത്യകാലഘട്ടത്തിൽ ഞാൻ സകല ജഡത്തിന്മേലെ എൻ്റെ ആത്മാവിനെ പകരും എന്നരുളി ചെയ്ത അരുമനാഥൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. അത് മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകാശം മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് നിങ്ങൾ കേട്ട ഈ വചനത്തിന് ഒരു മാറ്റമില്ല. നിങ്ങൾ കേട്ട ദൂതിനും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളെ ദൈവം ഉപയോഗിക്കൂ എന്ന് കേട്ട ശബ്ദത്തിനും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നവർ ഒരുപക്ഷെ മാറിപ്പോയേക്കാം. പക്ഷെ ദൈവം അവരോട് പറഞ്ഞ വാക്ക് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പരമാവധി എല്ലാ ദൈവമക്കളും ഷെയർ ചെയ്താട്ടെ. ഞങ്ങളുടെ സന്ദേശങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് മെസ്സേജ് രാവിലെ 6:30 മണിക്കുണ്ട്. വൈകുന്നേരം 6:30 മണിക്ക് ഈവനിങ് മെസ്സേജ് നമുക്കിതുപോലെ നടത്തപ്പെടുന്നു. നിങ്ങൾ 2 മീറ്റിങ്ങിലും സംബന്ധിക്കുക. എനിക്ക് സമയം ലഭിക്കുന്നത് പോലെ ഞാൻ ഷോർട്ട് മെസ്സേജ്, 1 മിനിറ്റിൻ്റെ ഷോർട്ട് മെസ്സേജും ആമേൻ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം 1 മിനിറ്റിൻ്റെ ഷോർട്ട് മെസ്സേജ് ഒത്തിരി പേർക്ക്, സമയക്കുറവുള്ളവർക്ക് വളരെ ഒരു സഹായമാകുന്നത് കൊണ്ട്, അതൊരു ബലമാകുന്നത് കൊണ്ട് സമയമുള്ളതുപോലെ എന്നാൽ കഴിയുവോളം കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് അതും ചെയ്യുന്നുണ്ട്. നിങ്ങളതൊക്കെ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ കിട്ടും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഓർക്കാൻ കർത്താവ് കൃപ തരുന്നു. നിങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും കൂടെ ഓർത്ത് ദയവായി പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു.